മേഘനയുടെ രൂപത്തിൽ ടർക്കിയിലേക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോ അവള് മേഘനന്ദയായി മിഥുന്റെ കൂടെ കൂടി. മിഥുന്റെ കൂടെ മേഘന പോയതുകൊണ്ടാണ് പ്രവീൺ മാധവിന്റെ രൂപത്തിൽ അപകടമെത്തിയത്. ഇവളാ ടർക്കി ടൂർ പോവാതിരുന്നിരുന്നെങ്കിൽ അവിടെ അവന് യാതൊരുവിധ അപകടം ഉണ്ടാവില്ലായിരുന്നിരിക്കാം. മിഥുനെ രക്ഷിച്ചതിന്റെ പേരിൽ മേഘനന്ദയെ തോളെ കെട്ടി വച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ മേഘനന്ദയായി കൂടെ പോയ മേഘന കാരണം അവന് അപകടമുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഇനി മേഘനന്ദയോ മേഘനയോ ആയാലും എനിക്ക് അവരോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. അരുണിമേച്ചി പറഞ്ഞതാണ് അതിന്റെ സത്യം. വിദേശയാത്രയ്ക്ക് പോകാനുള്ള മോഹത്തിൽ മേഘന മേഘനന്ദയുടെ രൂപത്തിൽ മിഥുനെ പറ്റിച്ച് കൂടെ കൂടുമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ പ്രവീൺ മാധവന്റെ രൂപത്തിൽ അപകടം അവനെ വേട്ടയാടിയത്. മേഘനയുടെ തലയ്ക്കകത്ത് ഇത്തരം തരികടകളും ഉടായ്പകളും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ ചതിച്ചു എന്നിങ്ങനെ കൂടെ കൂടെ പറയരുത്. നീ ചെയ്തതിന് വേറെ എന്ത് പേരാണ് ഇടേണ്ടത് മേഘനെ? ഇത്രനാള് നീ എന്താ പറഞ്ഞ്? നിന്നെ കൊണ്ട് മിഥുനെ കെട്ടിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം ഞങ്ങൾ കൊളം തോണ്ടി എന്നല്ലേ? എന്താ ഇപ്പൊ നീ ചെയ്തതിന്റെ പേരെന്താണ്? ഇതിന് ചതിയെന്നല്ലാതെ വേറെ എന്താ പറയേണ്ടത്? ഞങ്ങള് നിന്നെ ചതിച്ചു എന്നാണെങ്കിൽ ഇത് അതിനേക്കാളും വലിയ ചതിയാ. ഞങ്ങള് നിന്റെ ജീവിതം തകർത്തെങ്കിൽ ഈ കുടുംബാണ് നീ മുടിച്ച് തേച്ച് കഴുകിയിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കും മേഘനെ. ഇപ്പം നിന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് യാതൊരു നിർവാഹവുമില്ല. കഴുകിനെ പോലെ നിന്നെ എല്ലാവരും കുത്തിപ്പറിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. എന്നോട് പൊറുക്കണേ മോളെ. ഏട്ടത്തിയമ്മ, എന്തിനു വേണ്ടിയിട്ട് ഏട്ടത്തിയമ്മ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഞങ്ങളോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ആരോടൊരു അക്ഷരം പോലും പറയാണ്ട് ഏട്ടത്തിയമ്മ എന്തിനെങ്ങനെ ഒരു വലിയ തീരുമാനം എടുത്തേ? ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് ആലോചിച്ചുകൂടായിരുന്നു? നമ്മള് പറഞ്ഞു മനസ്സിലാക്കാൻ അവള് വിവരമില്ലാത്തവളൊന്നുമല്ലല്ലോ. അവളുടെ ആ രണ്ട് മുഖങ്ങൾക്ക് പുറകിൽ, രണ്ട് തരത്തിലുള്ള ജീവിതത്തിന് പുറകിൽ വലിയ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. ചിന്തിക്കാതെ ചെയ്തു കൂട്ടിയ തെറ്റാണെന്ന് നമ്മൾ വിചാരിച്ചത് നമ്മുടെ വിഡ്ഢിത്തോ? ഇത്രയും തരികിട പഠിച്ചിട്ടുള്ളൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ഒന്നും അറിയാത്ത പോലെ നിന്ന് എന്തൊക്കെയാ ഇവര് ചെയ്തു കൂട്ടിയേ? ആ മുഖം കണ്ടാൽ ആരെങ്കിലും പറയൂ ഇവളുടെ മനസ്സിൽ ഇത്രയും കുരുട്ടി ബുദ്ധി ഉണ്ടെന്ന്? ഒരു മിനിറ്റ് എല്ലാരും ഒന്നും ഉണ്ടായിരുന്നേ. മേഘനെ പറയേ, എന്തിനാ നീ ഇങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തിയത്? എന്തിനാ ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ നീ ചതിക്കാൻ നോക്കിയത്? എന്ത് നിവൃത്തികേടുണ്ടായിട്ടാ ഇങ്ങനെ ഒരു വേഷം കെട്ടലിന് നീ തയ്യാറായത്? എന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി വേണം. പറയേ. ചെറിയമ്മയുടെ ഒരു നെക്ലസിന്റെ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എന്റെ അനിയൻ കാരണല്ലേ ആ നെക്ലസ് അന്ന് പൊട്ടിപ്പോയത്. അതിന് ചെറുമ്മയ്ക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനുവേണ്ടി ഞാനൊരു ജോലിക്ക് ശ്രമിച്ചത്. ആ ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മേഘനയായിട്ട് ഞാൻ മിഥുനേട്ടന്റെ മുന്നിലെത്തിയ ഏട്ടൻ എനിക്ക് ജോലി തരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെ ചെയ്യേണ്ടി വന്നത്?
മിഥുനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ഒരു വേഷം കെട്ടിയതെന്നും ഇത്രയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്നതെന്നും നീ പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. അതുകൊണ്ടല്ലേ നീ വേറെന്തൊക്കെയോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ എനിക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ഇവിടെ ആർക്കും അതൊന്നും മനസ്സിലാക്കാനുള്ള മനസ്സില്ല മോളെ. ഒരു ജോലി നേടാൻ വേണ്ടി ഇങ്ങനെ തരം താഴണായിരുന്നോ? എന്റെ ഓഫീസിൽ കയറി പറ്റാൻ വേണ്ടി എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കണായിരുന്നോ? മിഥുനേട്ടാ, എനിക്കൊരു ജോലി ഒപ്പിച്ചു തരണേന്ന് ഒരു പ്രാവശ്യം നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അത് റെഡിയാക്കില്ലായിരുന്നോ? പിന്നെ അന്ന് ചെറിയമ്മയുടെ നെക്ലസ് നന്നാക്കാനുള്ള പണം ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോ നയ പൈസ പോലും വേണ്ടെന്ന് പറഞ്ഞവളാ. ജോലി ചെയ്ത് കാശുണ്ടാക്കി ആ കടം ഞാൻ വീട്ടിക്കോളാന്നും പറഞ്ഞു. അപ്പൊ നീ കാണിച്ച ആത്മാഭിമാനം ഇങ്ങനെ എന്നെ ചതിച്ചുകൊണ്ട്, കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് എന്റെ ഓഫീസിൽ തന്നെ ജോലിക്ക് കയറിയപ്പോ എവിടെ പോയി ഒളിച്ചു അത്? പിന്നെ മേഘനെ, നീ കാരണം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടും നിന്റെ സത്യസന്ധതയും പിന്നെ നീ ഈ കുടുംബത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയും കണ്ടിട്ടാ നിന്നോട് എനിക്ക് അനുകമ്പയൊക്കെ തോന്നിയിരുന്നത്. നീ നല്ലവളാണെന്ന് കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. നീ വിഷമിക്കുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത കുറ്റബോധം തോന്നിയിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു ചതി നീ കാണിച്ചപ്പോ നിന്നോടുണ്ടായിരുന്ന അത്തരം വികാരങ്ങളൊക്കെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. പ്രിയംവദ ചെറിയമ്മ എപ്പോഴും ഒരു കാര്യം ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. മേഘന നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പെണ്ണല്ല, നന്ദൻ കുടുംബത്തിന്റെ മരുമകളാകാനുള്ള യോഗ്യത അവൾക്ക് ലെവലേശമില്ല എന്ന് എല്ലാരോടുമായി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് ഇന്നത് തോന്നി തുടങ്ങി. പ്രിയംവദ ചെറിയമ്മ പറഞ്ഞ ആ വാക്കുകളെല്ലാം ഞാനിന്ന് ശരിവെക്കുക. നിന്റെ പ്രകൃതം എനിക്ക് പിടിക്കുന്നതല്ലെങ്കിലും എന്തൊക്കെയോ നന്മ നിന്നിൽ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയ്ക്കും സൂത്രശാലി ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ കുടുംബം മുച്ചൂട് മുടിക്കാനും ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കാനും ഇനി ഏതറ്റം വരെ പോകുന്നി? മിഥുനെ രക്ഷിച്ചതിന്റെ പേരിൽ മേഘനന്ദയെ തോളെ കെട്ടി വച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ മേഘനന്ദയെ ഈ കൂടെ പോയ ഈ മേഘന കാരണം അവൻ അപകടം ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഇനി മേഘനന്ദയോ മേഘനയോ ആയാലും എനിക്ക് അവരോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. നീ കാരണം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടും നിന്റെ സത്യസന്ധതയും പിന്നെ നീ ഈ കുടുംബത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയും കണ്ടിട്ടാ നിന്നോട് എനിക്ക് അനുകമ്പയൊക്കെ തോന്നിയിരുന്നത്. നീ നല്ലവളാണെന്ന് കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. നിന്നോടുണ്ടായിരുന്ന അത്തരം വികാരങ്ങളൊക്കെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി.
എങ്ങനെയുണ്ട് മേഘനെ? ഞൊടിയിട കൊണ്ടല്ലേ സർവ്വതും ഞാൻ ചുട്ടരിച്ചു കളഞ്ഞത്. നിന്റെ ജീവിതം കുളം കുത്താൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പതുക്കെ ഇവിടെ തന്നെ വേരുറപ്പിക്കാനുള്ള നിന്റെ പ്ലാൻ തച്ചടച്ചുകൊണ്ട് നിന്റെ മുൻപോട്ടുള്ള ജീവിതം വലിയൊരു ദേശാസന്ധിയിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ്? സങ്കടം വരുന്നുണ്ടോ മേഘനെ? നീ എന്റെ കരണത്തടിച്ചിട്ടുള്ള ഓരോ തവണയും എനിക്കും അങ്ങനെ സങ്കടം തോന്നിയിരുന്നു. നീ എന്നെ അപമാനിച്ച ഓരോ വട്ടവും ഇതുപോലെ ഞാനും നൊന്ത് നീറിയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ഉരുകിയില്ലാണ്ടായി. വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയിലാണ് ഞാൻ. എന്തായാലും നിന്റെ പിറന്നാളിന്റെ അന്ന് തന്നെ ഇതുവരെ ആരും തരാത്ത നല്ലൊരു ഗിഫ്റ്റ് തരാൻ എനിക്ക് കഴിഞ്ഞില്ലേ? മാരകമായ കാളകൂട വിഷം നിറച്ച നിന്റെ മറ്റൊരു മുഖം എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ അങ്ങ് വലിച്ചു കീറി. ഓരോരുത്തരും നിന്നെ ഓരോന്ന് പറയുന്ന കേട്ടപ്പോ അതിനൊന്നും മറുപടി പറയാനാവാതെ നീ ഉത്തരം മുട്ടി തലകുനിച്ച് നിൽക്കുന്ന കണ്ടപ്പോ എന്റെ ഉള്ളിലുണ്ടായ സുഖം അത് പറഞ്ഞാ മനസ്സിലാവില്ല. നിന്റെ കഥ കഴിഞ്ഞു മോളെ. ആട് കിടന്നിടത്തിന് പൂട പോലും ഉണ്ടാവില്ലെന്ന് പറയുന്നത് പോലെ ഇനി നിന്റെ ജീവിതം മൊത്തം ഇത് ഓർത്ത് എണ്ണിപ്പറക്കി കരയാം. ആ കണ്ണീരും കാണിച്ചോണ്ടല്ലേ എല്ലാവരുടെ മുൻപിൽ നല്ല പേര് സമ്പാദിച്ചെടുത്തത്. ഇനി ആ കണ്ണീര് ജീവിതകാലം നിന്നോടൊപ്പം ഉണ്ടാവും, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തീർക്കാനായി. ഞാൻ നേരത്തെ നിനക്കൊരു സൂചന തന്നിരുന്നു. ഈ പിറന്നാൾ നിനക്ക് ജീവിതകാലം മറക്കാത്തൊരു ദിവസമായി മാറുമെന്ന്. എന്നെന്നും ഓർക്കും വിധത്തിൽ ഞാനത് സെലിബ്രേറ്റ് ചെയ്യൂന്ന്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു കേട്ടോ. എന്റെ ജന്മദിനം നീ ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു മഞ്ജരി. പതിവ് പോലെ എന്തെങ്കിലും തരികിടകൾ ഒപ്പിച്ച് നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീഴുമെന്ന ഞാൻ കരുതിയത്. പക്ഷേ എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തു പറഞ്ഞ് ചെറിയൊരു വിജയം നീ ഇപ്പൊ നേടിയിരിക്കുക. സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ കരഞ്ഞു പിരിഞ്ഞിരിക്കാനൊന്നും പോകുന്നില്ല. തെറ്റ് ചെയ്യാത്തപ്പോ അതോർത്ത് ദുഃഖിച്ചിരിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ലെന്നറിയാലോ. ഞാനൊരു തെറ്റിന് കാരണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തകർന്നു പോകൂ. ഞാനൊരു തെറ്റും ചെയ്യാത്തപ്പോ ഒന്നും ഓർത്ത് ഞാൻ കുലുങ്ങാൻ പോകുന്നില്ല. ഇനി നീയായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ എനിക്കറിയാം. ഇനി അതൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ എനിക്ക് നിന്നോടൊരു താങ്ക്സ് പറയാനുണ്ട് മഞ്ജരി. എന്തിന്? നീ എന്നോട് എന്തിന് താങ്ക്സ് പറയണം? പറയണം. ഒന്ന് ഫ്ലാഷ് കട്ട് ചെയ്ത് നോക്കിക്കേ. മേഘനെ, മിഥുനൊപ്പം 24 മണിക്കൂറും ഉണ്ടാവാൻ എനിക്ക് അവസരം കിട്ടില്ല, അതിന് നിനക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് എന്നെ വാശി പിടിപ്പിച്ചുകൊണ്ടിരുന്നത് നീയാ. നിനക്ക് 24 മണിക്കൂറും ഇതിനോടൊപ്പം കഴിയാൻ സാധിച്ചെങ്കിലല്ലേ നിനക്ക് അവന്റെ ഭാര്യയായി ജീവിക്കാനാവൂ. അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ നിന്നേക്കാളും എനിക്കാണ് അതിന് അവസരം കൂടുതൽ. ഈ വീട്ടിലായാലും ജോലിക്കാര്യത്തിന് വേണ്ടി അങ്ങ് ഓഫീസിലാണെങ്കിലും ഏത് നേരം ഇതിനോടൊപ്പം ഉണ്ടാവുന്നത് ഞാനാണ്. അവിടുന്നാണ് എന്റെ ചിന്തകൾക്ക് ജീവൻ വെച്ചത്. എല്ലാ സമയത്തും മിഥുനേട്ടന്റെ അരികിലുണ്ടാവാനുള്ള വഴി തിരഞ്ഞു പോയതും അതുകൊണ്ട് തന്നെയാണ്. അതിനുവേണ്ടി കണ്ടെത്തിയ മാർഗമാണ് മേഘനന്ദ എന്ന പേരിൽ ഓഫീസിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും ആ ജോലിയിൽ കയറി പറ്റാൻ അവസരമൊത്തതും. ഓരോ പ്രൊജക്റ്റിലും ഞാൻ എന്റെ മിടുക്കും കഴിവും തെളിയിച്ചുകൊണ്ടിരുന്നു. ഓരോ കൊച്ചു കാര്യത്തിലും മിഥുനേട്ടൻ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. നീ എന്നെ വെല്ലുവിളിച്ചതുപോലെ മിഥുനേട്ടന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് 24 മണിക്കൂറും ഏട്ടനെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. അപ്പൊ നിന്റെ വെല്ലുവിളിയിൽ ഞാൻ വിജയിച്ചതുപോലെ തന്നെയല്ലേ? എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്റെ വാക്കുകളാണ് മേഘനന്ദയിലേക്ക് എന്നെ നയിച്ചതും ഈ നിമിഷം വരെ എനിക്ക് മിഥുനേട്ടനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതും. ഇനി എനിക്ക് മേഘനന്ദയാവണ്ട, മേഘനയായി തന്നെ എനിക്ക് ഓഫീസിലേക്ക് കയറി വരാം. എന്റെ മുന്നിൽ വിജയിച്ചു എന്നുള്ള നിന്റെ ഈ നെകളിപ്പുണ്ടല്ലോ മഞ്ജരി, അതൊക്കെ കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. ശകലം കഴിഞ്ഞാ പിന്നെ ഈ ആനന്ദവും മാറാട്ടും ഒന്നും നിന്റെ മനസ്സിലുണ്ടാവില്ല.
അത് തല്ലിക്കെടുത്താൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. കിട്ടിയ ഷോക്കിൽ നിന്റെ തലയ്ക്ക് സ്ഥിരത പോയോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ കണ്ടതൊക്കെ വിളിച്ചു പറയുന്നത് മേഘനെ? എങ്കിൽ നീ ആ ഓഫീസിൽ എങ്ങനെ കയറി പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. അരുണിമേ, അതെ, കണ്ടല്ലോ നിങ്ങളുടെ മരുമോള് ചെയ്തതൊക്കെ. ഒരു പാവത്തെ പോലെ അഭിനയിച്ച് നമ്മുടെ മുതുകത്ത് കുത്തിയിരിക്കുക അവള്. നല്ലവളെന്ന ഭാവേനെ നമ്മളെ അവള് കളിപ്പാവകളാക്കി. മരുമകളോട് അനീതി കാണിച്ചു, അവളുടെ ജീവിതം തൊലച്ചുനൊക്കെ എന്നെ ഇനി ജയേട്ടൻ പറയാൻ വല്ലതും ബാക്കിയുണ്ടോ? സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവളെ മിഥുന്റെ തലയെ കെട്ടിവെച്ചെന്ന് എത്ര തവണ എന്നെ കുത്തി നോവിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോ നിങ്ങളുടെ മരുമോൾ എന്താ ചെയ്തത്? പറയട്ടാ. ചേ, ഓർക്കുമ്പോ തന്നെ എനിക്ക് അടിമുടി വിറയ്ക്കുക. അരുണിമേ, ദയവ് ചെയ്ത് മേഘനയെ തെറ്റിദ്ധരിക്കരുത്. ഇത് തെറ്റിദ്ധാരണയൊന്നുമല്ല ഏട്ടാ. ഇപ്പോഴാണ് ശരിക്കുള്ള ധാരണയുണ്ടായത്. നമ്മുടെ കുടുംബത്തിന് ചേരാത്തൊരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടുത്തെ മരുമകളായി എഴുന്നള്ളിച്ചത് എന്റെ തെറ്റാണ്. അതിന്റെ ശിക്ഷ ഞാനിപ്പോ അനുഭവിക്കുന്നത്. അരുണിമേ, അന്നും ഇതിന്റെ ജാതകദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായി മേഘനയെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുവന്ന് അവന്റെ തലയിൽ വെച്ചു കൊടുത്തത്. അത് നീ മറക്കരുത്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ അന്ന് അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എന്തിനാണെന്ന് ഓർക്കുമ്പോ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് ഏട്ടാ. മിഥുന്റെ ജാതകദോഷ നിവാരണത്തിനാണെന്നും പറഞ്ഞ് ഒരു മഹാവിപത്താണ് നമ്മൾ അവന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തത്. അങ്ങനെ പറയല്ലേ അരുണിമേ, ചേട്ടാ പ്ലീസ്. മേഘനയുടെ ജാതകദോഷം അവന് അപകടങ്ങൾ വരുത്തി വെക്കുന്നതെന്ന് ആ ജോത്സ്യം പറഞ്ഞത് സത്യമാണെന്ന് ഇന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുക. മേഘന എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ എനിക്ക് സമാധാനം കിട്ടും. കഷ്ടമുണ്ട് അരുണിമേ. നീ എന്തിനാ വെറുതെ ആ പാവത്തിനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? സത്യത്തിൽ മേഘന വീണ്ടും ഈ വീട്ടിലേക്ക് വന്ന എന്തിനാന്ന് നിനക്കറിയോ? ജാതകദോഷം മിഥുനെ അനുക്ഷണം വേട്ടയാടുമ്പോ ആ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എപ്പോഴും മിഥുന്റെ കൂടെ നിൽക്കാൻ അവൾ ഈ വീട്ടിലേക്ക് വീണ്ടും വന്നത്. ഓഹോ, അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ മരുമോളെ സ്നേഹത്തോടെ വീണ്ടും വീട്ടിൽ കയറ്റി പ്രതിഷ്ഠിച്ചത്? നീ വിഷയം വിട്ട് വേറെ പുലിവാല് പിടിച്ചോണ്ട് വരല്ലേ. മേഘനയുടെ ജാതകദോഷമാണ് മിഥുന്റെ അപകട കാരണമെന്ന് വിശ്വസിച്ച് നീ അവളെ അവനിൽ നിന്നും അകറ്റാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അതാണ് അരുണിമേ തെറ്റ്. അന്ധവിശ്വാസം തെറ്റിദ്ധാരണ ഇപ്പൊ എനിക്കല്ല, ജയേട്ടനാ. ഇപ്പോഴും മേഘനയാണ് മിഥുന്റെ രക്ഷകയെന്ന് വിശ്വസിക്കുന്നത് ജയേട്ടൻ മാത്രം. മേഘനയുടെ ജാതകദോഷം മിഥുന് അപകടങ്ങൾ ഉണ്ടാക്കുന്നുള്ള സത്യം ആ പുതിയ ജ്യോത്സ്യര് പ്രത്യേകം പറഞ്ഞതല്ലേ? ഏതോ ഒരു കള്ളജ്യോത്സ്യം പറഞ്ഞതും വിശ്വസിച്ച് സത്യത്തിന് മുമ്പിൽ കണ്ണടയ്ക്കുന്ന നീയാണ്. ഭാർഗവ പണിക്കരെ മറക്കുന്നത് നീയാ. ഭാർഗവ പണിക്കരെ കള്ളനാണെന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞതാ. അത് വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ ഓരോ സന്ദർഭങ്ങൾ ഒരുങ്ങുന്നത്. അവസാനം ടർക്കിയിൽ വെച്ച് പ്രവീൺ മാധവിന്റെ രൂപത്തിലെത്തിയ ആ അപകടം പോലും മേഘനന്ദയായി അവരോടൊപ്പം കൂടിയ മേഘന കൂടെയുണ്ടായിരുന്നതുകൊണ്ട് മാത്രം സംഭവിച്ചതാ. ഇക്കാര്യത്തിൽ ജയേട്ടൻ എന്നെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കാതിരിക്കുന്നത് നല്ലത്. ജയേട്ടൻ ശ്രമിച്ചാലും എന്റെ അഭിപ്രായത്തിന് മാറ്റം ഉണ്ടാവില്ല. അത് ജയേട്ടനും അറിയാലോ.